ഇപ്പോൾ കാശില്ല, പിന്നെ പോകാം, അടുത്താകട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്നാലേ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. മറ്റു പല ആവശ്യങ്ങൾക്കും സേവിങ്സ് ചെയ്ത് പോകുന്നവരാണല്ലോ നമ്മളിൽ പലരും. എന്നാൽ ഒരു മെൻ്റൽ പീസ് ആണ് നമ്മുടെയൊക്കെ ആഗ്രഹമെങ്കിൽ അതിന് വേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണ് യാത്ര. ഞാനത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെഡിസിൻ കൂടിയാണ് ഈ ട്രാവലിംഗ്. സോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് അവർ ചാനൽ. സോ ഗായ്സ്, നമ്മൾ പലരും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷ് ലിസ്റ്റ് പ്ലേസിലൂടെയാണ് ഇന്നത്തെ യാത്ര. വേറെ എങ്ങുമല്ല, നമ്മൾ ഇവിടുന്ന് അടുത്തായി വരുന്ന മൈസൂറിലോട്ടാണ്. ഇതിവിടുന്ന് അടുത്തായ കാരണം ഒരു വീക്കെൻഡ് ഇങ്ങോട്ടേക്ക് വിട്ടതാണ് കേട്ടോ. സോ ഗായ്സ്, നമ്മളെപ്പോഴത്തെയും പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഞങ്ങളിവിടെ ഓൾമോസ്റ്റ് മൈസൂർ എത്താറാകുന്നിടത്ത് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. വന്നപ്പോഴുള്ള റോഡുണ്ടല്ലോ ഗായ്സ്, ഭയങ്കര വൈഡ് ആൻഡ് റിംഗ് ടൈപ്പ് പോലെയായിരുന്നു. സോ കുറച്ച് സ്കെയറി ആയിട്ട് തോന്നി കേട്ടോ. പിന്നെ തിരിച്ചു പോകുമ്പോഴുള്ള കാര്യം ആലോചിച്ചിട്ടാണ് ഇപ്പോഴത്തെ ടെൻഷൻ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു തിരിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് മൈസൂർ എത്താറായി. റൂമൊക്കെ ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ വന്നിട്ട് അതിന് വേണ്ടിയിട്ട് ടെൻഷൻ അടിക്കണ്ടല്ലോ എന്ന് കരുതി ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. കൂടുതൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഭാഗത്താണ് ഞങ്ങൾ റൂം എടുത്തിട്ടുള്ളത് ഗൈസ്. മൈസൂർ അടുത്താകുമ്പോഴത്തേക്ക് ഇവിടുത്തെ റോഡിനൊക്കെ നല്ലൊരു ഡിഫറൻസ് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ട് സൈഡിൽ കൂടെ, അതായത് നമ്മൾ ഈ കാടിന് നടുവ് കൂടെ പോകുന്ന രീതിക്കായിരുന്നു ഇവിടുത്തെ റോഡ് സിസ്റ്റം. ഗായ്സ്, നമ്മളപ്പോൾ മൈസൂർ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ മോർണിംഗ് തിരിച്ചിട്ട് ഒരു 3 മണി, അതായത് ഈവനിങ് ഒരു 4 മണി അടുപ്പിച്ചൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ റൂമിൽ കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അന്ന് ഞങ്ങൾ കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തിട്ട് പുറത്ത് അവിടെ എങ്ങനെയൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് വന്നേ ഉള്ളൂ. കൂടുതലായിട്ടൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നില്ല. വലിയ എക്സ്പെൻസീവായിട്ടുള്ളതൊന്നുമല്ല, എന്നാലും അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു റൂം തന്നെയാണ് കിട്ടിയത്. കുഴപ്പമില്ല. സോ ഗായ്സ്, നമ്മൾ മോർണിംഗ് തിരിച്ചിട്ടുണ്ട്. ഇവിടെ അടുത്ത് ഫേമസ് ആയിട്ടൊരു ദോശ കടയുണ്ടെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നതാണ്, മയൂരി ദോശ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കഴിക്കാനായിട്ടൊരു ഹോട്ടലിൽ അന്വേഷിച്ച് മാപ്പ് അടിച്ച് പോകുന്നതാണ്. അപ്പോൾ ഞങ്ങളവിടെ എത്തിയിട്ട് ദോശ കണ്ടിട്ട് എനിക്ക് ഒരു സാധാരണ ദോശ പോലെയാണ് ഫീൽ ചെയ്തത്. പക്ഷേ കഴിച്ചപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ അപ്പത്തിൻ്റെ ടേസ്റ്റായിരുന്നു ഈ ദോശയ്ക്ക്. ഇതാണ് ഇവിടുത്തെ ഫേമസ് ദോശ എന്ന് പറഞ്ഞത്. എനിക്കധികം ഒന്നും ഇഷ്ടമില്ല, ഞാൻ അധികം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വന്ന സ്ഥിതിക്ക് കഴിക്കാതെ പറ്റില്ലല്ലോ, അതുകൊണ്ട് കഴിച്ചതാണ്. ഇത് ജസ്റ്റ് ചട്നിയാണെന്ന് കരുതിയത്. ഇത് തേങ്ങാപ്പാലിൽ ഉപ്പിട്ട് വെച്ചേക്കുന്ന പോലെയായിരുന്നു. എനിക്കിഷ്ടമില്ല. ഫേസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ല, എനിക്കത് ഇഷ്ടമാവാതെയാണ് ഞാൻ കഴിച്ചത്. എന്നിട്ട് അപ്പുറത്തപ്പുറത്തൊക്കെ നോക്കിയപ്പോൾ അവർ നല്ല കാര്യമായിട്ട് വെട്ടി വിഴുങ്ങുന്നുണ്ട്.
എൽസയ്ക്ക് പിന്നെ ഒന്നുമേ വേണ്ടല്ലോ. ശേഷം ഞങ്ങൾ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ തിരിക്കുന്ന വഴിക്ക് ഒരു ചേർച്ച്, ഇവിടെ കുറച്ച് പോപ്പുലറായിരുന്ന ഒരു ചേർച്ചാണ്. അപ്പോൾ ഇവിടെ ഒന്ന് കയറി പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് കരുതി കയറിയതാണ്. അപ്പോൾ അതിനകത്ത് മാസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതും കണ്ടിട്ടാണ് ഇറങ്ങിയത്. ഈ സൂപ്പർ എക്സൈറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റെവിടെയില്ല ഗായ്സ്, നമ്മുടെ മൈസൂറിൻ്റെ സ്വന്തം പാലസിലോട്ടാണ്. പാലസിൻ്റെ പുറത്തു നിന്നുള്ള വ്യൂ ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് സൂപ്പർ എക്സൈറ്റഡ് ആയതുകൊണ്ടായിരിക്കണം ടിക്കറ്റ് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് ഓവറായി പോയെന്ന് തോന്നുന്നില്ലേ? ഇത് ഞങ്ങൾ പാലസിലോട്ട് രണ്ടാമത്തെ തവണ വരുന്നതാട്ടോ. ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ നൈറ്റ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. മീൻസ് ഇവിടെ നൈറ്റ് ഒരു ലൈറ്റിംഗ് ഷോ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. നൈറ്റ് അടിപൊളിയായിരുന്നു കാണാനായിട്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ കൊടുക്കുന്നുണ്ട് നൈറ്റ് എങ്ങനെയാണ് പാലസ് ഉണ്ടായിരുന്നെന്നുള്ളത്. അതിനർത്ഥം ഡേ ടൈം മോശമാണെന്നൊന്നുമല്ല, സൂപ്പർ തന്നെയാണ്. ഡേ ടൈം ഒരു വേറൊരു വൈബും നൈറ്റ് കാണാൻ ഇതിലും വലിയ രസമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് വന്നിട്ട് അവിടുത്തെ സ്റ്റോറി തന്നെ എന്താണെന്നുള്ളത് നമ്മൾക്കത് കാണിച്ചു തരുന്ന രീതിക്കാണ് ആ ലൈറ്റിംഗ് സിസ്റ്റം അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വളരെ ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അത് കണ്ടില്ലായിരുന്നെങ്കിൽ അത് വലിയൊരു മിസ്സിങ് തന്നെ ആയിരിക്കുമായിരുന്നു. ഞങ്ങൾ എടുത്തുണ്ടായിരുന്ന റൂമിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ പാലസ് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്നു പോകാനേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഇത് എൻട്രി പാസിന് വേണ്ടിയിട്ടാണ് ഈ ഓട്ടോയിൽ പോകുന്നത് കേട്ടോ. ഇത് വന്ന ആ ദിവസം നൈറ്റുള്ള വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പൊന്നു മക്കളെ പറയാതെ വയ്യ, ഒരു രക്ഷയില്ല കേട്ടോ. പാലസ് കാണാനായിട്ട് നൈറ്റ് പൊള്ളിയാണ്. 1 അവർ വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഈ എൻട്രി പാസ് കിട്ടിയത്. ഈ നൈറ്റ് ഷോ വന്നിട്ട് ടൈമിംഗ് സെറ്റപ്പ് ആയത് കാരണമാണ് ഇത്രയും തിരക്കായിപ്പോയത്. ഡേ ടൈമിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, എന്നാലും അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്നാലും ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. 1 അവർ വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ടിക്കറ്റ് കിട്ടുന്നത് തന്നെ. അപ്പോൾ എന്തുവാ ഇത് ഇത്രയും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഞങ്ങൾ ആലോചിച്ചിരിക്കുമായിരുന്നു. പക്ഷേ കയറിയത് വേസ്റ്റായി പോയിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. സൂപ്പർ കളർഫുൾ ആൻഡ് ബ്യൂട്ടിഫുള്ളായിരുന്നു കേട്ടോ. എന്ത് രസമായിട്ടാണ് അവരതിനെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്നതെന്നുണ്ടോ, പറയാതെ വയ്യ മക്കളെ, ഒരു രക്ഷയില്ല. ഇതിൻ്റെ ഭംഗി കൂട്ടുന്ന മറ്റൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം, ഇതിന് കൊടുത്തേക്കുന്ന മ്യൂസിക് അവർ ആ സ്റ്റോറി വ്യക്തമാക്കുന്ന പോലെ തന്നെ നമ്മൾ ആ സ്റ്റോറി കാണുന്ന രീതിക്ക് തന്നെയാണ് ആ മ്യൂസിക് സിസ്റ്റം അവർ അതിൽ കൊടുത്തേക്കുന്നത്. ഭയങ്കര രസമായിരുന്നു. ಈ ಬೆಳಕಿನ ಹಬ್ಬದಲ್ಲಿ ಇಡೀ ನಾಡಿಗೆ ನಾಡೆ ಸಂಭ್ರಮಿಸುತ್ತದೆ. ಸಹಸ್ರಾರು ಸಂಖ್ಯೆಯಲ್ಲಿ ನಾವು ಇಲ್ಲಿ ನೆರೆಯುತ್ತೇವೆ. ಕಾವೇರಿಯಲ್ಲಿ ಮಿಂದು ಚಾಮುಂಡಾಂಬೆಯ ದರ್ಶನ ಪಡೆಯುತ್ತೇವೆ. ಅರಮನೆಯ ಭವ್ಯ ಸ್ವರೂಪವನ್ನು ಕಂಡು ಮೂಕ ವಿಸ್ಮಿತರಾಗುತ್ತೇವೆ. ಇಡೀ ನಗರ ಸ್ವರ್ಣಮಯ ಬೆಳಕಿನಲ್ಲಿ ಮಿಂದು ಪುಳಕಗೊಳ್ಳುತ್ತದೆ.
ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റ് പാലസിൻ്റെ ഫൈനൽ ലുക്ക്. ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് ഗായ്സ്. വിശന്ന് പരുവായിട്ടാണ് ഞങ്ങൾ വന്നെത്തിയത്. നൈറ്റ് ഒരു 10:30 ആയിട്ടുണ്ടാവും. ഇതിവിടുത്തെ സ്പെഷ്യൽ ബിരിയാണി എന്നാണ് പറഞ്ഞത്. അപ്പോൾ കഴിച്ചിട്ട് പറയാം. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ബിരിയാണിയുടെ വിശേഷവുമായിട്ട് എത്തുന്നത് വരേക്കും till then, take care, bye.